ഈ കോഴ്സിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള ഫേഷ്യൽ ഷേപ്സ് ആണ് ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. മാത്രമല്ല ഹെയർ കട്ടിങ്ങും ബ്ലോ ഡ്രൈയിങ്ങും കൂടിയുണ്ട്. ഹെയർ കട്ടിംഗ് അല്ലെങ്കിൽ ഹെയർ ഷേപ്പിംഗ് എന്ന് വെച്ചാൽ കട്ടിംഗ്, ടേപ്പറിംഗ്, ടെക്സ്ചറൈസിംഗ്, തിന്നിംഗ് എന്നിവയാണ്. ഇവ ചെയ്യുന്നത് ഹെയർ കട്ടിംഗ് എക്യുപ്മെന്റിന്റെ സഹായത്തോടെയാണ്. ആവശ്യമായ ടൂൾസ്: ബാർബർ സിസർ, ട്രോളി, ഹാൻഡ് ഡ്രയർ, ടെയിൽ കോംബ് അല്ലെങ്കിൽ സ്റ്റൈൽ കോംബ്, നെക്ക് സ്ട്രിപ്പ്, റൗണ്ട് ബ്രഷ്, സെക്ഷനിംഗ് ക്ലിപ്സ്, സ്പ്രേ ബോട്ടിൽ. ആവശ്യമായ മെറ്റീരിയൽസ്: ടവൽ, ആവശ്യമായ ഹെയർ ഷാംപൂ, ആവശ്യത്തിന് വെള്ളം. ഫേഷ്യൽ ഷേപ്പ് തിരിച്ചറിയുക. ക്ലയന്റിന്റെ ഫീച്ചറുകൾ ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ മോഡേൺ ഹെയർ ഷേപ്പിംഗ് നമുക്ക് കറക്റ്റായി ചെയ്യാവുന്നതാണ്. ഹെയർ കട്ടിൽ വിജയിക്കാൻ ക്ലയന്റിന്റെ ബെസ്റ്റ് ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യുകയും വേസ്റ്റ് ഫീച്ചേഴ്സ് കവർ ചെയ്യുകയും ചെയ്താൽ മതി. ഹെയർ കട്ടിംഗ് അല്ലെങ്കിൽ ഹെയർ ഷേപ്പിംഗ് എന്ന് വെച്ചാൽ കട്ടിംഗ്, ടേപ്പറിംഗ്, ടെക്സ്ചറൈസിംഗ്, പിന്നെ തിന്നിംഗ് എന്നിവ ഏതെങ്കിലും ഹെയർ കട്ടിംഗ് ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഹെയർ കട്ടിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് ഫേസ് ഷേപ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫേഷ്യൽ ഷേപ്പിന്റെ 7 ടൈപ്പുകൾ: ഓവൽ ഷേപ്പ്. നീണ്ട മുഖമാണ് ഓവൽ ഷേപ്പ്. ഓവൽ ഫേസ് ഷേപ്പിന് എല്ലാ തരത്തിലുള്ള ഹെയർ സ്റ്റൈലുകളും ചേരും. അത് പ്രൊപ്പോർഷനേറ്റ് ആയതുകൊണ്ട് ഏത് നീളത്തിലുള്ളതായാലും ഭംഗിയാണ്. റൗണ്ട് ഷേപ്പ്. നീണ്ട മുടി മുഖത്തിനും നീളം കൊടുക്കുന്നു. ഇത്തരം മുഖങ്ങൾക്ക് നീണ്ട മുടിയാണ് നല്ലതും. നീളം കുറഞ്ഞ മുടി മുഖത്തെ കുറച്ചുകൂടെ വലുതാക്കി കാണിക്കുന്നു. സ്ക്വയർ ഷേപ്പ്. മുകളിലേക്ക് നീളം കൂടിയും സൈഡിലേക്ക് ചെറുതായും വരുന്നതാണ് സ്ക്വയർ ഷേപ്പ്. സ്ക്വയർ ഫേഷ്യൽ ഷേപ്പ് ബാലൻസ് ചെയ്യാൻ ഡീപ് സൈഡ് പോർഷൻസും ടെക്സ്ചറും സോഫ്റ്റ് ഫ്രിഞ്ചസും ഉപയോഗിക്കുക. ഡയമണ്ട് ഷേപ്പ്. ഇത്തരം ഫേഷ്യൽ ഷേപ്പിന് ബോബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മുഖം കുറച്ചുകൂടി ചെറുതായി കാണിക്കാൻ ഇത്തരം വ്യക്തികൾ സ്ട്രെയിറ്റ് ഫ്രിഞ്ച് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഹാർട്ട് ഷേപ്പ്. ഈ ഫേസ് ഷേപ്പിന് സൈഡ് സ്വെപ്റ്റ് ഫ്രിഞ്ച് ആയിരിക്കും നെറ്റി മറയ്ക്കാൻ നല്ലത്. താടി കുറച്ചുകൂടെ വീതിയുള്ളതായി തോന്നിക്കാൻ ജോ ലൈന് ചുറ്റും മുടിയുള്ളത് നല്ലതായിരിക്കും. പെയർ ഷേപ്പ്. നീണ്ട മുടി ഉപയോഗിച്ച് ജോ ലൈൻ എടുത്ത് കാണിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. ഒരു ചെറിയ ഹെയർ കട്ട് പരിഗണിക്കുമ്പോൾ മുഖത്തിന്റെ മുകൾ ഭാഗം കൂടുതൽ പൂർണ്ണത നൽകുന്നതിന് മുകളിൽ വോളിയം ചേർക്കുക. ഒബ്ലോങ് ഷേപ്പ്. നീളമുള്ള മുടി മുഖം താഴേക്ക് വലിക്കുന്നു. അത് കൂടുതൽ നീളമുള്ളതായി തോന്നും. ഓബ്ലോങ് ഷേപ്പിന് ചെറിയ പാളികൾ ചേർക്കുക. ചുരുളുകളും ശരീരവും ചേർത്ത് മുഖം വിശാലമാക്കാനും കഴിയും. കൃത്യമായ ഹെയർ കട്ടിംഗ് ടെക്നിക്കുകൾ, വേവ് പാറ്റേണുകൾ, നാച്ചുറൽ ഡിസൈൻ ലൈനുകൾ, വെയ്റ്റ് ലൈനുകൾ, ഗൈഡ് ലൈനുകൾ, പിവറ്റ് പോയിന്റുകൾ എന്നിവ കണക്കിലെടുത്ത് ഹെയർ കട്ട് എഞ്ചിനീയറിംഗ് ചെയ്യുന്നതിനുള്ള വളരെ നല്ലതും കൃത്യവുമായ ഒരു ഉപാധിയാണ് പ്രിസിഷൻ ഹെയർ കട്ട്. കട്ടിംഗ് ടെക്നിക്കുകൾ: കട്ടിംഗ് കേളി ഹെയർ. ചുരുണ്ട മുടിയിൽ നിങ്ങൾക്ക് ഏത് കട്ടും പ്രയോഗിക്കാം. എന്നാൽ നിങ്ങൾ സ്ട്രെയിറ്റ് ഹെയർ മുറിക്കുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമായ ഫലങ്ങൾ ലഭിക്കും. ചുരുണ്ട മുടി ഉണങ്ങുമ്പോൾ ചുരുങ്ങുന്നു. തൽഫലമായി ഒരു വെയ്റ്റ് ലൈൻ കൂടുതലായി ഉയരുന്നു. കട്ടിംഗ് ദ ബാങ്ക്സ്. ബാങ്ക്സും ഫ്രിഞ്ചും ഒരേ കാര്യം തന്നെ അർത്ഥമാക്കുന്നു. 2 മുൻ കോണുകൾക്കിടയിലുള്ള പ്രദേശം ഹെഡ് ഫോമിൽ നിന്ന് നേരെ മുകളിലേക്ക് 90 ഡിഗ്രിയിൽ ഒരു സ്റ്റേഷനറി ഗൈഡ് ഉപയോഗിച്ച് ബാങ്ക്സ് മുറിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്ക് ബാങ് ഏരിയയിൽ കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ മുറിക്കാൻ കഴിയൂ. റേസർ കട്ടിംഗ്. കത്രിക മുറിക്കുന്നതിനേക്കാൾ മൃദുലമായ രൂപം നൽകുന്നു. ഇടത്തരം അല്ലെങ്കിൽ നല്ല ടെക്സ്ചർ മുടിക്ക് മികച്ച ഓപ്ഷനാണിത്. അറ്റത്തൊരു തൂവൽ പ്രഭാവം നൽകുന്നു. കത്രിക ഉപയോഗിച്ച് ചെയ്യുന്ന ഏത് മുറിവും റേസർ ഉപയോഗിച്ചും ചെയ്യാം. ക്ലാസിക് ലുക്ക് മുതൽ ആധുനിക ട്രെൻഡുകൾ വരെ വൈവിധ്യമാർന്ന ഹെയർ സ്റ്റൈലുകൾ സൃഷ്ടിക്കാൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം. റേസർ കട്ടിങ്ങിന്റെ 2 മെത്തേഡുകൾ. റേസർ സബ് സെക്ഷന് പാരലലായി വെക്കുന്നു.
അറ്റം നേർത്തതാക്കാൻ മുഴുവൻ ബ്ലേഡും ഉപയോഗിക്കുന്നു. റേസർ 45 ഡിഗ്രി കോണിൽ പിടിക്കുന്നു. ചെറിയ സ്ട്രോക്കുകൾ ഉണ്ടാക്കാൻ 1/3 ബ്ലേഡ് ഉപയോഗിക്കുക. ടെക്സ്ചറൈസിംഗ് നീളം കുറയ്ക്കാതെ അധിക ബൾക്ക് നീക്കം ചെയ്യുന്ന ഒരു പ്രക്രിയ. ഒരു ഹെയർ കട്ടിനുള്ളിൽ ഫലത്തിനായി ഉപയോഗിക്കാം. വോളിയം കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ, മുടി ചലിപ്പിക്കുന്നതിനോ, ഒരു പ്രദേശം മറ്റൊരിടത്തേക്ക് കൂട്ടിക്കലർത്തുന്നതിനോ, അല്ലെങ്കിൽ ഒരേ തലമുടിയിലെ വ്യത്യസ്ത സാന്ദ്രതയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനോ ഉപയോഗിക്കാം. കത്രികകൾ സൂക്ഷ്മമായ ടെക്സ്ചറും ചലനവും മുതൽ കൂടുതൽ നാടകീയവും ചോപ്പി ലെയറുകളും വരെ വൈവിധ്യമാർന്ന ഇഫക്റ്റുകൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കാം. ടെക്സ്ചറൈസിംഗ് വിത്ത് ഷെയർസ്. പോയിന്റ് കട്ടിംഗ്. കത്രികയുടെ നുറുങ്ങുകളോ പോയിന്റുകളോ ഉപയോഗിച്ച് മുടിയുടെ അറ്റത്ത് ചെയ്യുന്നത്. നനഞ്ഞതോ ഉണങ്ങിയതോ ആയ മുടിയിൽ ചെയ്യാം. കത്രികയുടെ ആംഗിൾ കൂടുതൽ ഡയഗണൽ ആകും തോറും കൂടുതൽ എടുത്തു കളയുകയും ചങ്കിയർ പ്രഭാവം ഉണ്ടാക്കുകയും ചെയ്യും. മൃദുവും നാച്ചുറലും മുതൽ ആകർഷകവും ആധുനികവും വരെ വൈവിധ്യമാർന്ന ഹെയർ സ്റ്റൈലുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ജനപ്രിയ സാങ്കേതികത. ഇതിന് നിങ്ങളുടെ മുടിക്ക് ടെക്സ്ചറും ചലനവും ചേർക്കാൻ കഴിയും. ഇത് കൂടുതൽ സജീവവും ഡൈനാമിക്കും ആക്കുന്നു. ഇത് നിങ്ങളുടെ മുടിയിൽ നിന്ന് ബൾക്കും ഭാരവും കുറയ്ക്കും. പ്രത്യേകിച്ച് കട്ടിയുള്ളതോ ചുരുണ്ടതോ ആയ മുടിയുണ്ടെങ്കിൽ ഓരോന്നിനും നന്നായി ചേരുന്ന മൃദുവായ പാളികൾ സൃഷ്ടിക്കാൻ ഇതിന് കഴിയും. ഈ വീഡിയോ സെഷനിൽ മുഖത്തിന്റെ ആകൃതി അനുസരിച്ച് വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലുകൾ, ഫേഷ്യൽ ഷേപ്പ് ഐഡന്റിഫിക്കേഷൻ, ഹെയർ കട്ടിംഗ് ടെക്നിക്കുകൾ, ബ്ലോ ഡ്രൈയിങ്ങിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, മുൻകരുതലുകൾ എന്നിവ ചർച്ച ചെയ്തു. ഇത് നിങ്ങളുടെ താല്പര്യം ജനിപ്പിച്ചുവെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ മനസ്സിലാക്കാനായി ഡെമോൺസ്ട്രേഷൻ വീഡിയോസ് ലഭ്യമാണ്. താങ്ക് യു.